ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു മലയാളം ബുക്ക് റിവ്യൂ ആയാലോ? റാം കെയർ ഓഫ് ആനന്ദി. നിങ്ങൾ മിക്ക ആൾക്കാരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈവൻ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ബുക്കിൻ്റെ ഓഥർ എന്ന് പറഞ്ഞിട്ട് അഖിൽ പി ധർമ്മജനാണ്. ഈ ഒരു ബുക്ക് ഒരു സിനിമാറ്റിക് നോവലാണ്. ഈ നോവലിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു വൈബ്രൻറ്റ് സിറ്റിയുടെ ബാക്ക്ഡ്രോപ്പിലാണ് ഇതിൻ്റെ നറേഷൻ വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഫിലിം മേക്കിംഗ് പഠിക്കാനും നോവൽ എഴുതാനുള്ള അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിലും കൂടെയാണ് ശ്രീറാം എന്ന നമ്മുടെ ഒരു ഹീറോ ആയിട്ടുള്ള ആൾ തമിഴ്നാട്ടിലെത്തുന്നത്. പിന്നെ വേറൊരു ഹീറോയിൻ എന്ന് പറയുന്നത് ആനന്ദിയാണ്. അവൾ ഒരു അവൻ പഠിക്കുന്ന അതേ കോളേജിലെ റിസപ്ഷനിസ്റ്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ നോവലിലെ മെയിൻ സെൻട്രൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യലി ബോത്ത് ഓഫ് ദം യൂസ് ടു ക്ലാഷ് ബിറ്റ്വീൻ വൺ അനദർ. പിന്നെ ആ ഒരു റിലേഷൻ ഡെവലപ്പ് ആയാണ് ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നോവലിൻ്റെ തീംസ് എന്ന് പറയുന്നത് ലവ്, ലോസ്, പിന്നെ റെസിലിയൻസ് ആണ്. പിന്നെ ഈ ഒരു നോവല് എക്സ്പ്ലോർ ചെയ്യുന്നത് ഹ്യൂമൻ മൈൻഡ്സിൻ്റെ, ഹ്യൂമൻ റിലേഷൻഷിപ്സിൻ്റെ കോംപ്ലക്സിറ്റീസും പിന്നെ പേഴ്സണൽ ഗ്രോത്തും ഒക്കെയാണ്. പിന്നെ ഈ നോവലിൽ വേറൊരു പ്രത്യേകതയുള്ളത്, ഇതിൽ ഒരു സപ്പോർട്ടിംഗ് കാസ്റ്റിൻ്റെ ഒരു ഡൈവേഴ്സ് കാസ്റ്റ് തന്നെയുണ്ട്, ഒരു വലിയ നിര തന്നെയുണ്ട്. പിന്നെ അത് ഒരു സിഗ്നിഫിക്കൻ്റ് റോളാണ് റാമിൻ്റെ ജേർണിയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, പിന്നെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ അതർ ഇൻഡിവിജ്വൽസൊക്കെയാണ് ഈ ഒരു കഥയിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സായിട്ട് വന്നത്. അവസാനത്തെ ഒരു മെഗാ ട്വിസ്റ്റാണ് ഈ ഒരു നോവലിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കും. കേൾക്കുമ്പോൾ തോന്നും ഇതെങ്ങനെ സംഭവിച്ചെന്ന് തോന്നും. അത്രയ്ക്ക് അടിപൊളി ഒരു നോവലാണിത്. പിന്നെ വേറെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം, ഇത് ഒരു റിയൽ ലൈഫ് ഇൻസ്പിറേഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് ഇൻസ്പയർ ആയി എഴുതിയ ഒരു നോവലാണ് ഇത്. കഥ നടക്കുന്നത്, കഥയല്ല, റിയൽ ലൈഫാണ്. അത് നടക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടാണ് നടക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ബുക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവസാനം തോന്നും ഇങ്ങനെയൊക്കെ ഒരു റിയൽ ജീവിതത്തിൽ നടക്കുമെന്ന്. ആക്ച്വലി ഇതിൻ്റെ ഒരു റൈറ്റിംഗ് സ്കിൽസും അതിൻ്റെ ശൈലിയൊക്കെ എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഈ സ്റ്റോറി മെയിൻലി ഒരു ഓപ്പൺ എൻഡഡ് സ്റ്റോറിയാണ്. ഇതിനൊരു എൻഡിങ് ഇല്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു ബുക്കിൻ്റെ റിവ്യൂ ആയിരുന്നു. അത് മാത്രമല്ല, ഞാൻ ഈ ബുക്കിന് റേറ്റിംഗ് ചെയ്യുന്നത് 5 ഔട്ട് ഓഫ് 5 ആണ്. ഞാൻ ഫുൾ മാർക്സ് കൊടുക്കുവാണ്. അത്രയ്ക്ക് വളരെ നല്ല ബുക്കാണ്. ഗൈസ്, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്യുവാണ് ഞാൻ എല്ലാവർക്കും, അതായത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഒരേപോലെ വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. അതായത് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റിയ ഒരു ഇൻട്രാക്റ്റീവ് ബുക്കാണ്.